CPIM സംസ്ഥാന സമിതി യോഗം ഇന്നും തുടരും. ഇടതുമുന്നണി വിപുലീകരണം സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ നടക്കുമെന്നാണ് സൂചന. JDU UDF വിട്ടുവരാൻ തീരുമാനിച്ചാൽ അവരെ സ്വാഗതം ചെയ്യാൻ ഇന്നലെ ആരംഭിച്ച യോഗം തീരുമാനിച്ചിരുന്നു. അതേസമയം സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തതിനെതിരെ വോട്ട് ചെയ്തവർക്കെതിരെ ഇന്നലത്തെ പോലെ ഇന്നും വിമർശനമുയരും. JDU UDF വിട്ട് LDF-ലേക്ക് വരാൻ തീരുമാനിച്ചാൽ അതിനെ സ്വാഗതം ചെയ്യാൻ ഇന്നലെ ആരംഭിച്ച സംസ്ഥാന സമിതിയിൽ ധാരണയായിരുന്നു. JDU-ന്റെ ഇപ്പോഴത്തെ നിലപാട് സ്വാഗതാർഹമാണെന്ന് വിലയിരുത്തിയ CPIM-ൽ ഇക്കാര്യം സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ ഇന്ന് നടന്നേക്കാം. കേരള കോൺഗ്രസ് B, JSS, CMB തുടങ്ങിയ പാർട്ടികളുമായുള്ള സഹകരണം സംബന്ധിച്ചും ഇന്ന് ചർച്ച നടക്കും. UDF കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലാണെന്ന് വിലയിരുത്തിയ CPIM-ന്റെ ലക്ഷ്യം മുന്നണി വിപുലീകരണം തന്നെയാണ്. ഇതിലൂന്നിയുള്ള ചർച്ചകൾ ഇന്ന് നടക്കുമെന്നാണ് സൂചന. കൂടാതെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിനെതിരെ വോട്ട് ചെയ്തവർക്കെതിരെ ഇന്നലെ ചേർന്ന യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു. ഇവർക്കെതിരെ ഇന്നും വിമർശനമുയരാൻ സാധ്യതയുണ്ട്. ബാർക്കോഴയിലെ തുടർ സമര പരിപാടികൾ, അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിലും ഇന്ന് ചർച്ച നടക്കുമെന്നാണ് സൂചന. റിപ്പോർട്ടർ, തിരുവനന്തപുരം.